എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഭിണ്ടി മസാല എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മെഴുക്ക് വരട്ടി വെക്കാൻ അരിയുന്നത് പോലെയല്ല, കുറച്ച് നീളത്തിൽ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമുക്ക് ഇനിയും നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും അരിയാം. നമുക്ക് അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന വെണ്ടക്കായ അതിനകത്തിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി, ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ശകലം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇത് ഇവിടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടച്ചു വെക്കുകയൊന്നും ചെയ്യരുത്. അടച്ചു വെക്കാതെ തന്നെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ആ വഴറ്റിയതിൻ്റെ ബാക്കി വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശകലം ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ തക്കാളി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ശകലം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെണ്ടയ്ക്കായ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ശകലം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
പിന്നെ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. മല്ലിയില മാത്രമേ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, നല്ലൊരു ഭിണ്ടി മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.